ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ചിലരെ കാണാൻ സാധിക്കും, പരോപകാര പ്രവർത്തികൾ ചെയ്യാൻ റെഡി, പക്ഷെ പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞേക്കരുത്. നമ്മുടെ ഈ ചാരിറ്റി നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുമോ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വിദേശത്ത് സെറ്റിൽഡായ ഒരു കുടുംബം. ഇനി ആ കുടുംബനാഥൻ, അദ്ദേഹത്തിന് അവിടെ ചില അവിഹിത ബന്ധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഭാര്യയ്ക്കും അറിയാം, ഭാര്യയും സൂചിപ്പിച്ചതാണ്. ഇനി ഈ മനുഷ്യൻ ന്യായീകരിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എന്നെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഞാൻ കുറേ വിദ്യാർത്ഥികളെ, നാട്ടിൽ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഞാൻ സ്പോൺസർ ചെയ്ത് അവർക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഇത്രയും ചാരിറ്റി ചെയ്യുന്ന എന്നെ ദൈവത്തിന് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ വ്യാമോഹമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. ദൈവത്തിൻ്റെ വചനം എന്താണ് ഇതേക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിൽ വിടുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും, അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ മുതിരാതിരിക്കുന്നതാണ് വളരെ നല്ലത്. കാരണം ആരെ സ്വർഗത്തിൽ വിടണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് പോലുമല്ല, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നാം സ്വർഗത്തിലെത്തുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. നമുക്ക് ഏതാനും വചനഭാഗം എടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. മർക്കോസ് 12:18 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ബുദ്ധിപൂർവ്വം സംസാരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അവന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, വചനം അറിയാമായിരുന്നു, വളരെ സ്മാർട്ടായിട്ട് അവൻ വർത്താനമൊക്കെ പറഞ്ഞു. അവന് യേശുവിൻ്റെ അടുത്തും വന്ന് ചില കാര്യങ്ങൾ, സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അവന് ഡിസ്കസ് ചെയ്യുന്നത്. ദൈവരാജ്യം അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഇനി ഇവൻ ബുദ്ധിപൂർവ്വം എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിയമം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാം മണിമണിയായിട്ട് അതിന് ഉത്തരം പറഞ്ഞവനാണ്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ബുദ്ധിപൂർവ്വം അവൻ മറുപടി പറഞ്ഞു എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, നീ ദൈവരാജ്യത്തിൽ നിന്നും വിദൂരത്തല്ല. ബുദ്ധിയിൽ അവൻ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അവൻ ദൈവരാജ്യത്തിലെത്തിയോ, സ്വർഗത്തിലെത്തിയോ? ഇല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നതിൻ്റെ പേരിൽ നാം സ്വർഗത്തിൽ പോകണമെന്നില്ലെന്ന്. നീ വിദൂരത്തല്ല, നീ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഇനിയും നീ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ നിനക്കും സ്വർഗത്തിൽ പോകാം. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കാ 18:21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, ഒരു നിയമജ്ഞൻ, അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെറുപ്പം മുതലേ കൽപ്പനകളൊക്കെ പാലിച്ചു പോന്നവൻ. പക്ഷേ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ സ്വർഗത്തിൽ പോയില്ല. ഹി വെന്റ് അവേ സാഡ്. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റിയില്ല. കർത്താവ് പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരു കാര്യം കൂടെ നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടാവും. പക്ഷെ അത് അവന് ചെയ്യാൻ പറ്റില്ല. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തവനാണ്, നിയമമെല്ലാം പഠിച്ച് അത് പാലിച്ച ഒരു വ്യക്തിയാണ്, ചെറുപ്പം മുതലേ കൽപ്പനകൾ പാലിച്ചിരുന്നവൻ. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സ്വർഗത്തിൽ വിടുന്നത് അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ലൂക്കാ 23:43 വചനം എടുക്കുമ്പോൾ ഒരു നല്ല കള്ളൻ്റെ കാര്യം നമ്മളൊക്കെ പറയാറുണ്ട്. യേശുവിൻ്റെ ഒരു സൈഡിൽ കിടന്നവൻ യേശുവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, പഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നല്ല കള്ളൻ പറഞ്ഞൊരു കാര്യം, നീ പരദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. ഈ ഒരു കാര്യം ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ ആ കള്ളൻ സ്വർഗത്തിൽ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. ഒരുപക്ഷെ അങ്ങനെയൊക്കെ വിചാരിക്കാനും വിധിക്കാനും നമുക്ക് പ്രവണതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം ആ കള്ളന് ദൈവം കൊടുത്തത്. നീ ഇന്ന് എൻ്റെ കൂടെ പരദീസായിലായിരിക്കും. അതുകൊണ്ട് ആര് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നുള്ളത് നമ്മൾ പറയാതിരിക്കുന്നത്, അങ്ങനെ ഒരു വിധിവാചകം ഉച്ചരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരാളെ സ്വർഗത്തിൽ വിടുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്. റോമാലേഖനം 9:15-16 വായിച്ചാൽ, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. നമുക്കാർക്കാ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശം? അതുകൊണ്ട് ദൈവം ഓരോരുത്തർക്കും ആവശ്യമായത് അവരെ അറിഞ്ഞ് മനസ്സിലാക്കി നൽകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യാക്കോബ് 2-13 വചനം പറയുന്നുണ്ട്, കാരുണ്യരഹിതമായി വിധിക്കുന്നവർക്ക് കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. നമുക്ക് ഈ കാരുണ്യപൂർവ്വം ഒരു വിധി കിട്ടാനും സ്വർഗത്തിൽ പോകാനും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. കരുണയില്ലാതെ മറ്റുള്ളവരെ വിധിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ പോകാൻ യോഗ്യത ആർക്കാണ്? കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോകാൻ ചാരിറ്റി ചെയ്താൽ മതിയോ, അതോ അതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ ചെയ്യണമോ? ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്വർഗത്തിൽ പോകണമെങ്കിൽ പിതാവിനെ അറിയണം, പുത്രനെ അറിയണം.
അറിയാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. ഈ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന് നമുക്ക് അർഹത ലഭിക്കുമെന്ന് 1 യോഹന്നാൻ 5:11-12 വായിച്ചാൽ ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ ജീവൻ അവിടുത്തെ പുത്രനിലാണ്, യേശുക്രിസ്തുവിലാണ് നിത്യജീവൻ. യേശുവിനെ സ്വന്തമാക്കിയവർക്ക് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. ഇതില്ലാതെ ഒരുപാട് ചാരിറ്റി കൊടുത്താലും സ്വർഗത്തിൽ പോകണമെന്നില്ലെന്ന്. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് സ്വർഗത്തിൽ പോകാൻ ആവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാട് 22:14 വചനം, അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കണം. നമുക്കറിയാലോ, ഒരു ക്രിസ്ത്യാനിക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ, നീതിയുടെ വസ്ത്രം ധരിക്കണം. സങ്കീർത്തനം 132:9 നീതിയുടെ വസ്ത്രം. ജ്ഞാനം 5:19 വായിച്ചാൽ വിശുദ്ധിയുടെ കവചം നമുക്കുണ്ടാകണം. വിശുദ്ധി അജയമായ ഒരു പരിചയമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് സ്നേഹത്തിൻ്റെ പരിമളം. യേശുവിൻ്റെ പരിമളമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് നാം സ്നേഹിക്കുന്നവരാകണം. യോഹന്നാൻ 13:35. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് 2 കൊരിന്തോസ് 2-15 വചനം, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് ദൈവത്തിന്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെന്ന്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, 3-ാമത്തെ കാര്യം ഇതാണ്, ചാരിറ്റി പ്രാർത്ഥനയ്ക്ക് പകരമാകില്ല, പ്രാർത്ഥന നല്ലതാക്കും. സബ്സ്റ്റിറ്റ്യൂട്ടല്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന വേണം. അതല്ലാതെ ഞാൻ കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ട്, പരോപകാര പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകാം എന്നുള്ള വ്യാമോഹം വേണ്ടെന്നാണ് വചനം പഠിപ്പിക്കുക. പ്രാർത്ഥന നല്ലതാക്കും ചാരിറ്റി. തോബിത്തിൻ്റെ പുസ്തകം 12-8 വചനം, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീതി, ഉപവാസം, ദാനധർമ്മം, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥന നല്ലതാകും. പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകും. പക്ഷേ പ്രാർത്ഥനയ്ക്കത് സബ്സ്റ്റിറ്റ്യൂട്ടല്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ചാരിറ്റി എന്ന് പറയുമ്പോൾ അതാദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇന്ന് ചില കാണാൻ സാധിക്കും, വീട്ടിലുള്ളവരെ ഒന്ന് സ്നേഹിക്കാനോ അവരോടൊന്ന് ഭൂതിയോടെ പെരുമാറാനോ പറ്റാതെ പോകുന്ന വ്യക്തികൾ. ചാരിറ്റി നമ്മുടെ കുടുംബത്തിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. ജീവിത പങ്കാളിയുമായിട്ട് ഒന്ന് സംസാരിക്കാനും, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കാനും, അവരുടെ ഭാരങ്ങൾ വഹിക്കാനുമൊക്കെയുള്ള ആ ഒരു മനസ്സുള്ളവർ, അവരാണ് സ്വർഗത്തിന് അർഹരാകുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6:2 വായിച്ചാൽ, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ, മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കുകയും. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവർക്ക് സ്വർഗത്തിന് അർഹത നേടും. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വയ്ക്കുന്നത്, വ്യർത്ഥാഭിമാനത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.